الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് പുഞ്ചിരിക്കൂ. താങ്കൾ ക്യാമറയ്ക്ക് മുമ്പിലാണ്. മാളിലും ഓഫീസിലും ജ്വല്ലറിയിലും ഇപ്പോൾ നടുറോട്ടിലും നമ്മൾ നിരന്തരം ക്യാമറയെ അഭിമുഖീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ചെന്നപ്പെടുമ്പോൾ നിങ്ങൾ ചിരിക്കുമോ അതോ കരയുമോ? പെട്ടെന്ന് നമ്മിൽ ക്യാമറ ഒരു ഭാവമാറ്റം സൃഷ്ടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ക്യാമറയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയം നിന്റെ നാഥൻ പതിസ്ഥാനത്താകുന്നു. അവൻ ഒളിഞ്ഞിരുന്ന് നിന്റെ അനക്കങ്ങളും അടക്കങ്ങളും ഒപ്പിയെടുക്കുകയാണ്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൾ, ഒരു നഫ്സുമില്ല അതിന്മേൽ ഒരു നിരീക്ഷകൻ
ഉണ്ടായിട്ടല്ലാതെ, ഒരു നഫ്സുമില്ല അതിന്മേൽ ഒരു നിരീക്ഷകൻ ഉണ്ടായിട്ടല്ലാതെ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ്, നിരീക്ഷകന്മാർ കൂടെയില്ലാതെ ഒരാളും ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല. നാം നിരന്തരം അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണിന് മുമ്പിലാണ്. നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ? ക്യാമറയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ജാഗ്രതയിലാകും. ഡ്രസ്സൊക്കെ ഒന്ന് നേരെയാക്കി ഒന്നുകൂടി മാന്യരായിട്ടാണ് പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും. കാരണം ആ ഷോപ്പുകൾ നമ്മുടേതല്ല. നാം അവിടെ ചെന്നെത്തിയവരാണ്. മറ്റാരുടെയോ ഉടമാവകാശത്തിലുള്ള ഒരു സംവിധാനത്തിനകത്താണ് നാം. ഇപ്പോൾ റോഡിലാകുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, റോഡ് സുരക്ഷാ നിയമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഹെൽമറ്റ് ഒന്ന് നേരെയാക്കും, സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നൊന്നുകൂടി ഉറപ്പുവരുത്തും, മൊബൈലിൽ നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം എന്താണ്? ഈ രാജ്യം ഒരു ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ നാം ആ അർത്ഥത്തിൽ കുറേ പരിമിതികൾ അനുഭവിക്കുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്ത് നമ്മൾ സ്വതന്ത്രരാണോ? ആണെന്ന് തോന്നുന്നുണ്ടോ? പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഭാവം. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ലിബറലിസം ഒക്കെ രൂപപ്പെടുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രതാവാദവുമായിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. എന്നെ അങ്ങനെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും ശ്രമിക്കണ്ട എന്ന ഭാവമാണ്. ഈ ലോകം എന്താണ്? ഇത് ഒരു തുറന്ന ജയിലാണ്. ഈ ജയിലിന് കൃത്യമായ അതിർവരമ്പുകളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് എല്ലാം പരിധികളും പരിമിതികളുമുണ്ട്. അങ്ങനെയുള്ള ഒരു തുറന്ന ജയിലിനകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ക്യാമറ 3 തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഒന്ന്, പെട്ടെന്ന് ഒരു ജാഗ്രത ഉണ്ടാകുന്നു എന്നതാണ്. മറ്റൊന്ന്, ഒരു സുരക്ഷിതത്വ ബോധം മനുഷ്യനിൽ ക്യാമറ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എന്ത് സംഭവിച്ചാലും അതിന് ക്യാമറ ഒരു എവിഡൻസ് ആയിട്ട് മാറുന്നു എന്നതാണ്. മൂന്നാമത്തേത്, കുറ്റവാളികളിൽ അത് ഭയമുണ്ടാക്കുന്നു, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്മാറുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ ക്യാമറയോ, അതിൽ നിന്ന് മാറി നടക്കാൻ, രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ? സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് മാറി നടക്കാം, ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു. കഴിയുമെങ്കിൽ ഈ ആകാശഭൂമികളുടെ അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തു കടക്കാൻ ശ്രമിച്ചോളൂ. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെയുള്ള ഗവേഷണങ്ങളുടെ ഒരു കാരണം അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കുമോ? അങ്ങനെയും ആലോചിക്കാം. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട്, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അള്ളാഹുവിൻ്റെ അധികാര പരിധികൾക്കുള്ളിലല്ലാതെ നിങ്ങൾ എങ്ങോട്ട് കുതറിച്ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഈ വലയത്തിനകത്താണ് നിങ്ങൾക്കത് ഒരിക്കലും സാധ്യമേയല്ല എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനാൽ ഈ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നതായിരിക്കും സുരക്ഷിതം?
ആലോചിക്കേണ്ട വിഷയമാണ്. അത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു കരുതിവെപ്പാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് തന്നെയല്ലേ ഗുണകരം. അതാണ് ഗുണകരം. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല 12-ാം സൂക്തത്തിൽ ഉണർത്തുന്നുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയം നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, എന്നിട്ടോ അവര് നേരത്തെ ബോധപൂർവം മുൻകൂട്ടി ചെയ്തു വെച്ചതും അവയുടെ തുടർ ചലനങ്ങളും അടയാളങ്ങളും എല്ലാം നാം രേഖപ്പെടുത്തുന്നുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, ഭദ്രമായ വ്യക്തമായ ഒരു രേഖയിൽ എല്ലാം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യ കർമ്മങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നാം ചെയ്തതും ചെയ്യാതെ ബാക്കി വെക്കുന്നതും ചെയ്തതിൻ്റെ അടയാളങ്ങളും എല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തും. മണലിൽ നടക്കും പോലെ. മണലിൽ നടന്നാൽ നടന്നു പോയിട്ടുണ്ട് ഒരാൾ എന്നറിയാൻ പറ്റും. അയാൾ നടന്നുപോയ കാൽപ്പാടുകൾ അവിടെ അവശേഷിച്ചിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിരന്തരമായിട്ട് രേഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അസർ എന്ന പ്രയോഗം സൂറത്ത് യാസീനിലെ ആ സൂക്തത്തിൽ വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ അസറിൽ വലിയ പ്രതീക്ഷയുണ്ട്, അതേപോലെ തന്നെ ഭയപ്പാടുമുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അസറുകൾ നമ്മുടെ കർമ്മത്തിൻ്റെ അടയാളങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ പല തരത്തിൽ രേഖപ്പെടുന്നുണ്ട്. ഒന്ന് കർമ്മമായിട്ട് തന്നെ രേഖപ്പെടുകയാണ്. ഓരോ വാക്കും ഓരോ അനക്കവും രേഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത് ചുറ്റുപാടുകളിൽ പതിയുന്ന അടയാളങ്ങളാണ്. ഈ ശബ്ദമുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ കർണപുടങ്ങളിൽ പതിയുന്നുണ്ട്. എന്നിട്ടോ പിന്നെ നിങ്ങളുടെ ഹൃദയഭിത്തിയിൽ പതിയുന്നുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ഇതേ അന്തരീക്ഷം ഒരു ഫ്ലാഷ് ബാക്കായിട്ട് അവിടെ രൂപപ്പെടുത്തും. ഇന്ന് നമ്മൾ കേട്ടതും പറഞ്ഞതും എല്ലാം ഇതേപോലെ അല്ലാഹു തആല അവിടെ പുനരാവിഷ്കരിക്കും. ആ കേട്ടതിൽ എത്ര നീ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു, എത്ര ഇല്ല എന്ന് അല്ലാഹു തആല നമ്മോട് ചോദിക്കും. അങ്ങനെ നമ്മുടെ ഓരോ കർമ്മവും ഏതോ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ തന്നെ അടയാളപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശബ്ദം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നല്ലേ, ശബ്ദങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ കൈയടയാളങ്ങൾ, കാലടയാളങ്ങൾ ഓരോന്നും ഏതോ അർത്ഥത്തിൽ അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മൂന്നാമതായിട്ട് ഈ അടയാളങ്ങൾ നാം ചെയ്ത കർമ്മത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നന്മയുമാകാം തിന്മയുമാകാം, രണ്ടു വിധത്തിലും ഈ ഭൂമിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവശേഷിക്കുന്ന കർമ്മങ്ങളെല്ലാം അയാളിൽ നിന്ന് അറ്റുപോകുമ്പോഴും അവശേഷിക്കുന്ന 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നമുക്കൊക്കെ അറിയുന്ന 3 കാര്യങ്ങൾ തന്നെയാണ് അവ എന്നറിയാം. സദഖ ജാരിയ, നിലനിൽക്കുന്ന ദാനം. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും, ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അത് നിലനിൽക്കുന്നതാണ് ആ ദാനം. ഇവിടെ വീഴുന്ന ഓരോ സുജൂദിലും നമുക്കൊരു പങ്ക് തീർച്ചയായിട്ടും ലഭിക്കും. മറ്റൊന്ന് എന്താണ്? ഔ ഇൽമിൻ യുന്തഫഉ ബിഹി, പ്രയോജനകരമായ അറിവാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിലൂടെ, മുൻഗാമികളായ
വഴികാട്ടികളായ നമ്മുടെ ഉസ്താദുമാരിലൂടെ അങ്ങനെ പല വിധത്തിലും നമ്മൾ പഠിച്ചറിഞ്ഞ അറിവുകൾ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. അത് നമ്മൾ മക്കളിലേക്ക്, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതും അടയാളമായിട്ട് ഈ ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ സന്താനങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ നന്മക്കായിട്ട് നിരന്തരം അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സന്താനങ്ങൾ. ഈ മൂന്ന് പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതേ സമയത്ത് മറുവശം എങ്ങനെയായിരിക്കും? ഇത് തന്നെ തിരിച്ചു പറയാം. നമ്മൾ തിന്മയിൽ ചെലവഴിച്ചിട്ടുള്ള സമ്പത്തുകൾ, ആ സമ്പത്ത് കൊണ്ട് ഈ നാട്ടിൽ, നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഉണ്ടാകുന്ന പലതരം തിന്മകൾ, അതിൻ്റെ തുടർച്ചകൾ ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ അടയാളമായിട്ട് കൂടെ കൊണ്ടുപോകേണ്ടി വരും. അറിവുകളും അങ്ങനെ തന്നെയാണ്. നല്ല അറിവുകൾ ഒരുപാടുണ്ട്. അതേസമയം ചീത്ത അറിവിൽ നിന്ന് രക്ഷ തേടുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പ്രയോജനകരമായ അറിവ് ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, പ്രയോജനം ചെയ്യാത്ത അറിവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറിവുകൾ തിന്മയ്ക്ക് വേണ്ടി, നാശത്തിന് വേണ്ടിയാകുമ്പോൾ തീർച്ചയായും അത് നമുക്കെതിരിലുള്ള അടയാളമായിട്ട് മാറും. മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് തെറ്റായ മാതൃകകളാകുമ്പോൾ, ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഒരു പ്രാർത്ഥന, മനസ്സറിഞ്ഞുകൊണ്ട് കണ്ടമിടറിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇരുവശങ്ങളും ഈ ലോകത്ത് തന്നെ തുടർച്ചയുള്ളതായിട്ട് നിലനിൽക്കും. അത് മറ്റൊരു അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് പറയുന്നുണ്ട്. സൃഷ്ടാവ് എന്ന നിലയിൽ തന്നെ അവൻ അൽ ഖാലിഖാണ്, അൽ ബാരി ആണ്, അൽ മുസവ്വിറാണ്, അൽ ബദീ ആണ് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. സൃഷ്ടാവ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ഓരോന്നും അതുല്യമായിട്ട്, യുണീക്കായിട്ട് സൃഷ്ടിക്കുന്നവനാണവൻ. ഓരോന്നും സവിശേഷമാണ്. ഒരുപക്ഷെ ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ പോലും ഉള്ളടക്കങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് നമ്മുടേതായ അവയവങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ കണ്ണ് ഈ ലോകത്ത് 850 കോടി മനുഷ്യരിൽ എൻ്റേത് മാത്രമാണ്. നിങ്ങളുടെ കണ്ണ് നിങ്ങളുടേത് മാത്രമാണ്. അങ്ങനെയാണല്ലോ എയർപോർട്ടിലും മറ്റും നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ക്യാമറകളിൽ നോക്കി നിൽക്കുകയാണ് നമ്മൾ. വിരലടയാളം അങ്ങനെയാണ്. ഓരോ ആളുടെ മുടി അങ്ങനെയാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ് കുറ്റാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് കേവലം ഒരു കൗതുകത്തിന് സംഭവിച്ചു പോയതാണോ? അങ്ങനെയല്ല. നീ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന് നീ തന്നെയാണ് തെളിവ്. മറ്റാരിലും പഴിചാരേണ്ടി വരില്ല. നിന്റെ കർമ്മങ്ങൾക്ക് നീ തന്നെ സാക്ഷിയാകും. നിന്റെ വാ മുദ്ര വയ്ക്കപ്പെടുകയും കൈ സംസാരിക്കുകയും കാല് സാക്ഷി പറയുകയും ചെയ്യുമെന്ന് ഖുർആൻ അല്ലേ? ആ നാളില് നമുക്കെതിരിൽ നമ്മുടെ ശരീരം സാക്ഷി പറയുമ്പോൾ നമ്മൾ ചോദിക്കുമത്രേ, ലിമ ശഹിത്തും അലൈന. ഇതെന്തൊരു അത്ഭുതമാണ്. കണ്ണേ, നമ്മൾ ഒന്നിച്ചല്ലേ എല്ലാം കണ്ടതും ആസ്വദിച്ചതും? നീയും എൻ്റെ മനസ്സും ഒന്നിച്ചല്ലേ കണ്ടുകൊണ്ടിരുന്നത്? ഒന്നിച്ചല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്? നാവേ, നിന്നെ കൊണ്ട് ഞാൻ വർത്തമാനം പറയുമ്പോൾ ഞാനും നീയും ഒന്നായിരുന്നില്ലേ? കാലുകൊണ്ട് നടക്കുമ്പോൾ ഒന്നിച്ചല്ലേ നമ്മൾ സഞ്ചരിച്ചത്? ഇപ്പോഴെന്താണ്? അള്ളാഹുവിൻ്റെ കോടതിയിൽ നീ അക്ഷരാർത്ഥത്തിൽ കാല് മാറിക്കളഞ്ഞതെന്താണ്? ലിമ ശഹിത്തും അലൈന. അങ്ങനൊരു ചോദ്യമുണ്ട്. നമ്മൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ സമയത്ത്
നമ്മുടെ അവയവങ്ങൾ നമ്മോട് പറയുന്നൊരു മറുപടി ഉണ്ട്. അന്തഖനല്ലാഹ് അല്ലദീ അന്തഖ കുല്ല ശൈ. സകലതിനെ കൊണ്ടും സംസാരിപ്പിച്ച അല്ലാഹു ഉണ്ടല്ലോ, അവനാണ് ഞങ്ങളെ കൊണ്ടും ഇപ്പോൾ വർത്തമാനം പറയിക്കുന്നത് എന്ന് പറയുമത്രേ. ഈ എല്ലില്ലാത്ത മാംസപിണ്ഡം ആണല്ലോ നാവ്. എത്ര വാക്കുകളാണ് നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നാവായതുകൊണ്ടാണോ? ശരീരശാസ്ത്രപരമായിട്ട് അങ്ങനെ ചിലത് ഒരുപക്ഷെ പറയാൻ കഴിയും. പക്ഷെ നാവ് ഉണ്ടായിട്ടും സംസാരശേഷിയില്ലാത്ത എത്രയോ മനുഷ്യരില്ലേ? അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് അതിന് സംസാരശേഷി ഉണ്ടാകുന്നത് എങ്കിൽ അള്ളാഹു തന്നെയാണ് ഇപ്പോൾ പരലോകത്ത് വെച്ച് അവയ്ക്കെല്ലാം, ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് സംസാരിക്കാനും സാക്ഷി പറയാനും കഴിവ് നൽകുന്നത് എന്ന് അവിടെ വെച്ച് നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്കെതിരിൽ സാക്ഷി പറയും. അതുകൊണ്ടാണ് അള്ളാഹു ഓരോ ആളുടെയും അവയവങ്ങളുടെ, ശരീരഭാഗങ്ങളുടെ, കോശങ്ങളുടെ എല്ലാ സൂക്ഷ്മ തലങ്ങളെയും വ്യത്യസ്തമാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇന്ന സഅയകും ലശത്ത. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും അതേപോലെ വ്യത്യസ്തമായിരിക്കുന്നു എന്നർത്ഥം. അതിനാൽ കൂടുതൽ ജാഗ്രതപ്പെടേണ്ട കാലമാണ്. അള്ളാഹുവിൻ്റെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ് എന്ന ബോധ്യം മനസ്സിലെപ്പോഴും ഉണ്ടാവണം. മൊബൈൽ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ടാബിലേക്ക് ഒക്കെ ഓരോ നോട്ടം നോക്കുമ്പോഴും നമ്മുടെ കണ്ണ് നിരന്തരം അവിടെ അടയാളപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. കേൾക്കുമ്പോഴും നടക്കുമ്പോഴും കൈകാലുകൾ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ നിരന്തരം അത് അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഓരോ അനക്കത്തിലും നമ്മൾ എത്രമാത്രം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും. ഖുർആൻ ഇങ്ങനെ കാണിച്ചില്ലേ? തംസപ്പ് കാണിച്ചു അല്ലേ? ബല ഖാദിരീൻ അലാ അൻ നുസവ്വിയ ബനാന. എങ്ങനെയാണ് മരിച്ചു മണ്ണോട് ചേർന്നിട്ട് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം എല്ലുകളൊക്കെ ദ്രവിച്ച് നുരുമ്പിപ്പോയിട്ടും ഇനി എങ്ങനെ ഒരുമിച്ച് കൂട്ടാനാണ് എന്ന് മനുഷ്യർ പരസ്പരം പറയാണ്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ മറുപടി, ബലാ ഖാദിരീൻ, നാം കഴിവുള്ളവൻ തന്നെയാണ്, അലാ അൻ നുസവ്വിയ ബനാന. ഇത്രയും ഇടത്ത് 850 കോടി ഡിസൈനാണ് അതുല്യനായ കലാകാരൻ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചത്. ആർക്കെങ്കിലും സാധിക്കുമോ? ഇത്രയും ഇടത്ത് 850 കോടി അടയാളങ്ങൾ. എന്നാൽ അതിനേക്കാൾ എത്രയോ കോടി മനുഷ്യര് ഇതേപോലെ വ്യത്യസ്തമായ അടയാളങ്ങളുമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയിരിക്കുന്നു. അവരുടേതും വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണല്ലേ! എത്ര തന്നെ നിരന്തരം ഈ കൈകൾ പ്രവർത്തിച്ചിട്ടും ഇതിലെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നില്ലല്ലോ. ഓരോ ദിവസവും പുതിയ കോശങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തീപ്പൊള്ളലേറ്റാൽ പോലും ഇതിൻ്റെ മദർ ലെയർ ഇതിൻ്റെ അകത്ത് അവശേഷിക്കുന്നുണ്ടാവും. പിന്നെയും അത് മുളച്ചു വരും പോലെ പുറത്തേക്ക് വരുന്നത് കാണാം. വെറുതെയാണോ? കൗതുകമാണോ? അല്ലല്ലോ. ഈ ജീവിതം അത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ ചെയ്തു വച്ചതും അവയുടെ അടയാളങ്ങളും എല്ലാം രേഖപ്പെടാനുള്ളത് തന്നെയാണ്. ഒന്ന് പുഞ്ചിരിച്ചാൽ മറ്റൊരാളുടെ മനസ്സിൽ അത് സന്തോഷത്തിൻ്റെ ഒരു മുദ്ര വയ്ക്കുന്നുണ്ട്. കൈകൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ, മുസാഫഹ ചെയ്ത് സലാം ചൊല്ലുമ്പോൾ തീർച്ചയായും എൻ്റെ വിരലടയാളങ്ങൾ സഹോദരൻ്റെ കയ്യിൽ പതിയുന്നുണ്ട്. ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, ഒന്ന് തലോടുമ്പോൾ, നല്ല വാക്ക് പറയുമ്പോൾ, സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ അതാണ് സംഭവിക്കുന്നത്. അതിനാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻസ്, അടയാളങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുവാൻ സാധിക്കുക എന്നതാണ് ജീവിതം ധന്യമാക്കാനുള്ള വഴി.
അതിനാൽ പുഞ്ചിരിക്കൂ, നിങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രതീക്ഷാപൂർവം സ്വർഗം മുമ്പിൽ കണ്ട് പടച്ചവൻ്റെ ക്യാമറക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിലകൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതത്തിലെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും അവനെ ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നവരായി ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ബനൂ സലമ ഗോത്രം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അവരുടെ വീട് കുറേ അകലെയായിരുന്നു മസ്ജിദുൻ നബവിയിൽ നിന്ന്. അതുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ അടുത്തേക്ക് ഞങ്ങൾ താമസം മാറട്ടെ എന്നാണ് ചോദിച്ചത്. പെട്ടെന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ മറുപടി, വേണ്ട, അവിടെ തന്നെയാണ് നല്ലത്. യാ ബനി സലമ ആസാറുക്കും തുക്തബ്, ആസാറുക്കും തുക്തബ്. സലമ ഗോത്രമേ, നിങ്ങളുടെ കാൽപ്പാടുകൾ രേഖപ്പെടുത്തപ്പെടും. പള്ളിയിലേക്ക് ഉള്ള നിങ്ങളുടെ ഓരോ കാലടികളും അല്ലാഹു തആല രേഖപ്പെടുത്തും. അങ്ങനെ 5 നേരവും പള്ളിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഓരോ മണൽത്തരിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടയാളപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരാൾ ഇതുവഴി കടന്നു പോയിരുന്നു എന്ന് രേഖപ്പെടുമ്പോൾ തീർച്ചയായും ആ ജന്മം സുഹൃതമായി തീരുകയാണ്. നന്മയിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളും അള്ളാഹുവിങ്കൽ അടയാളപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന വചനങ്ങൾ കാണാം. മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്ർ മിത്ല ഉജൂരി മൻ തബിഅ. ഒരാൾ മറ്റൊരാളെ ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ, സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ, അങ്ങനെ മറ്റേയാൾ ആ സന്മാർഗം പ്രാപിച്ചാൽ, ആ നന്മയെ പിന്തുടർന്നാൽ ക്ഷണിച്ച ആൾക്കും അത് പിന്തുടർന്ന ആൾക്ക് ലഭിക്കുന്ന തുല്യമായ പ്രതിഫലം ലഭിക്കും. അതൊരു ഗംഭീര നെറ്റ്വർക്കാണ്. ഒരാൾക്കൊരു നന്മ പകർന്നു കൊടുത്താൽ, നല്ല ഒരു മാതൃക പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ തുല്യ പ്രതിഫലം അയാൾ ഈ ലോകത്ത് എത്ര നാൾ ആ നന്മ പ്രവർത്തിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ കിതാബിലും അത് രേഖപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നതാണ്. അതിനാൽ നന്മയുടെ വാഹകരാവുക, നന്മയ്ക്ക് വേണ്ടി പരസ്പരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യജീവൻ്റെ വില നമ്മൾ വല്ലാതെ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ്. അർജുൻ എവിടെയായിരിക്കും? വാഹനം കണ്ടെത്തി എന്ന് പറയപ്പെടുന്നു, എന്നാലും അർജുൻ എവിടെയാണ്? എല്ലാ മലയാളികളുടെയും മനസ്സിപ്പോഴും പ്രാർത്ഥനയിലാണ്. ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ട് സകല മനുഷ്യരും ഒരുപോലെ ഒന്നിച്ചു നിൽക്കാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരാൾക്ക് ജീവിക്കാൻ അവസരം നൽകിയാൽ ഈ ലോകത്തെ സകല മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെയാണ്. വല്ലാത്തൊരു പ്രയോഗമാണ് സൂറ അൽ മാഇദയിലെ എന്ന പോലെ. അല്ലാഹുവേ, ആ സഹോദരൻ്റെ കുടുംബത്തിന് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. പടച്ചവനെ, അപകടങ്ങളിൽ നിന്ന്
അപകട മരണങ്ങളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണേ നാഥ. പടച്ചവനെ, ഫലസ്തീനില് നമ്മുടെ സഹോദരങ്ങൾ നിരന്തരമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യൻ്റെ വിലയെക്കുറിച്ച് പറയുമ്പോഴും മനുഷ്യരവിടെ ഉറുമ്പുകൾ പോലെ, പുഴുക്കൾ പോലെ പെട്ടെന്ന് ചവിട്ടിമെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം നിശബ്ദമാവുകയാണ്. അല്ലാഹുവേ, ആ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. ക്രൂരന്മാരായ അക്രമികളായ ആ ഭരണകൂടത്തിൻ്റെ സകല കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ടും സബർ കൊണ്ടും തരണം ചെയ്യാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായ മുഹമ്മദ് നാദാപുരം ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അങ്ങനെ ഒരുപാട് മനുഷ്യർ രോഗാവസ്ഥയിലാണ്. പടച്ചവനെ, സിഹത്തും ആഫിയത്തും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാര്, പാപ്പമാര്, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് അവരെയും ഞങ്ങളെയും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات آتنا في الدنيا حسنة وقنا عذاب النار اللهم أجرنا